മത്തൻ വെച്ചിട്ട് ചോറിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതൊരു ഉടുപ്പി സ്റ്റൈലിലുള്ള ഒരു കറിയാണ് കേട്ടോ, ഒരു പുളിങ്കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ മല്ലിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കുരുമുളകും പിന്നെ ഒരു 2 വറ്റൽമുളകും 1 ഇല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയും നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഇതുപോലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വറുത്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് തേങ്ങയുടെ മൂപ്പ് കൂടി പോവും, തേങ്ങ കരിഞ്ഞു പോവും. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മത്തനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മത്തന് ചേർത്ത് കൊടുക്കാം. മത്തന് തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് പുളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ മത്തന് വേവിക്കുമ്പോൾ മത്തന് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമുക്ക് മത്തന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാറി വന്നിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ വെന്ത് വന്നിട്ടുള്ള മത്തൻ കഷ്ണങ്ങളിലേക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളിതിൽ പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് തിക്കായിട്ട് വരും കറി. അതുപോലെ തന്നെ മത്തൻ കഷ്ണങ്ങൾ വേവ് കൂടാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി ഒക്കെ ഒഴിച്ച കറി ആയതുകൊണ്ട് ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. തിളച്ച് വരുമ്പോൾ തിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഈ ഒരു സമയത്ത് തിളച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പാകത്തെ കട്ടിയിലാക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകും പിന്നെ വറ്റൽമുളകും, കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉടുപ്പി സ്റ്റൈലിലുള്ള ഒരു പുളിങ്കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്